വെൽക്കം ബാക്ക് ടു ലേണേഴ്സ് കോർണർ. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 7ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ ഫസ്റ്റ് യൂണിറ്റിലുള്ള ഒരു സ്റ്റോറിയാണ്. റോബോട്ട് വിത്ത് എ വൈറസ് എന്നാണ് സ്റ്റോറിയുടെ പേര്. ലെറ്റ്സ് റീഡ് ദ സ്റ്റോറി ഓഫ് എ ബോയ് ആൻഡ് എ റോബോട്ട്. അപ്പോൾ ഈ ഒരു സ്റ്റോറി പറയുന്നത് ഒരു ബോയിയുടെയും ഒരു റോബോട്ടിൻ്റെയും കഥയാണ്. റോബോട്ട് വിത്ത് എ വൈറസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വൈറസ് ഉള്ള ഒരു റോബോട്ട് അല്ലെങ്കിൽ വൈറസ് ബാധിച്ച റോബോട്ട് എന്നാണ് മീനിങ്. സ്പെയിൻകാരനായ പെഡ്രോ പാബ്ലോ സാക്രിസ്റ്റാനാണ് ഈ ഒരു സ്റ്റോറി എഴുതിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് സ്റ്റോറിയിലേക്ക് പോകാം. ഇറ്റ് വാസ് എ സണ്ണി മോർണിംഗ്. അപ്പോൾ കഥ തുടങ്ങുന്നത് ഒരു പ്രഭാതത്തിലാണ്. സണ്ണി മോർണിംഗ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് നല്ല തെളിഞ്ഞ ആകാശമൊക്കെയുള്ള, സൂര്യൻ നല്ല ഭംഗിയിൽ ഉദിച്ച് അങ്ങനെ നിൽക്കുന്ന, കാർമേഘങ്ങളൊന്നുമില്ലാത്ത നല്ല തെളിഞ്ഞ ഒരു അന്തരീക്ഷം, അങ്ങനെയുള്ള ഒരു പ്രഭാതമാണ്. അങ്ങനെയുള്ള പ്രഭാതമായിരുന്നു, അങ്ങനെ ഒരു രാവിലെയാണ്. The vibrant golden sunlight danced across the streets. The vibrant golden sunlight എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ സൺലൈറ്റ് എന്ന് പറഞ്ഞാൽ സൂര്യപ്രകാശം. വൈബ്രൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഊർജ്ജസ്വലമായ, അതായത് നല്ല ഭംഗിയുള്ള ഒരു ഗോൾഡൻ കളറുള്ള സൺലൈറ്റ് എന്ത് ചെയ്യാണ്? ഡാൻസ്ഡ് അക്രോസ് ദ സ്ട്രീറ്റ്സ്. സ്ട്രീറ്റ്സിലൂടെ ഡാൻസ് ചെയ്യുകയാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? പിന്നെ അതായത് രാവിലെ ആയി, നേരം പുലർന്നു എന്നുള്ളതാണ് പറയുന്നത്. സൂര്യൻ വന്നു, അതാണ് ഉദ്ദേശിക്കുന്നത്. ഇറ്റ് കാസ്റ്റ് വാം ഹ്യൂസ് അപ്പോൺ ദ ഹൗസ് ടോപ്സ്. അപ്പോൾ ഈ ഒരു സൂര്യപ്രകാശം, സൺലൈറ്റ്, കാസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എറിഞ്ഞു. എന്ത്? വാം ഹ്യൂസ് അപ്പോൺ ദ ഹൗസ് ടോപ്സ്. വാം എന്ന് പറഞ്ഞാൽ ഒരു ഇളം ചൂടുള്ള, ഹ്യൂസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വർണ്ണം, ചായം, അതായത് കളർ എന്നുള്ള മീനിങ് ആണ് കേട്ടോ വരുന്നത്. അപ്പോൺ ദ ഹൗസ് ടോപ്സ്. അപ്പോൾ അതായത് പിന്നെ എന്താണ്, ഈ ഒരു സൂര്യപ്രകാശത്തിൻ്റെ ആ ഒരു വർണ്ണം, ആ ഒരു കളർ, ഒരു ഇളം ചൂടോടുകൂടി ആ ഒരു കളറ് ഹൗസ് ടോപ്പിലേക്ക്, അതായത് വീടിൻ്റെ മുകളിലേക്ക് എറിഞ്ഞു എന്ന് പറയുന്ന സമയത്ത് എന്താ ഉദ്ദേശിക്കുന്നത് ഇവിടെ? സൂര്യൻ ഉദിച്ചു, അതായത് സൂര്യൻ മേൽക്കൂരയിൽ അടിച്ചു എന്നുള്ളതാണ് അതിൻ്റെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആ ഒരു കളറ്. ഓക്കെ. ദ എയർ വാസ് ക്രിസ്പ് ആൻഡ് റിഫ്രഷിങ്. അപ്പോൾ ആ ഒരു എയർ, ആ ഒരു അന്തരീക്ഷത്തിലുള്ള ആ ഒരു വായു എന്നൊക്കെ പറയുന്നത് എന്തായിരുന്നു? റീഫ്രഷിങ് ആയിരുന്നു, ഉന്മേഷം പകരുന്ന രീതിയിലുള്ളതായിരുന്നു. അതെങ്ങനെയാണല്ലോ അല്ലേ, എപ്പോഴും നമുക്ക് രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് ആ ഒരു സൺലൈറ്റ് അടിക്കുന്ന സമയത്ത് എന്താണ്, നമ്മുടെ മൈൻഡിന് ഒരു റിഫ്രഷിങ് മൂഡാണ് ഉണ്ടാവുക അല്ലേ. അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത്, ആ ഒരു എയർ റിഫ്രഷിങ് ആയിരുന്നു എന്ന്. The sunbeams peeped into Ricky's room through the skylight. അപ്പോൾ ഇവിടെ റിക്കി എന്ന് പറയുന്നത് നമ്മളുടെ ഈ ഒരു സ്റ്റോറിയിലെ സെൻട്രൽ ക്യാരക്ടറാണ് കേട്ടോ. അപ്പോൾ സൺബീംസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൂര്യരശ്മി എന്നുള്ളതാണ്. അത് പീപ്ഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്തി നോക്കുന്നതിനാണ് നമ്മൾ പീപ്പ് എന്ന് പറയുക. സോ ഈ ഒരു സൂര്യരശ്മികൾ എന്ത് ചെയ്യുകയാണ്? എത്തി നോക്കുകയാണ്. എങ്ങോട്ടാണ്? ഇൻറ്റു റിക്കീസ് റൂം. റിക്കി കിടക്കുന്ന ആ ഒരു റൂം, റിക്കീൻ്റെ റൂമിലേക്ക് ഇങ്ങനെ എത്തി നോക്കുകയാണ്. എന്ത്? സൺലൈറ്റ് ത്രൂ ദ സ്കൈലൈറ്റ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിലൂടെയാണ് നോക്കുന്നത്. സ്കൈലൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീടിൻ്റെയൊക്കെ റൂഫിലായിട്ട് ഒരു പിന്നെ സൺലൈറ്റ് വരാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ വിൻഡോ കൊടുക്കും. അത് ഗ്ലാസ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ സൺലൈറ്റ് വരും ഡയറക്റ്റ് റൂമിലേക്ക്. അപ്പോൾ അതിനെയാണ് നമ്മൾ സൺലൈറ്റ് എന്ന് പറയുക. അപ്പം ആ ഒരു സൺലൈറ്റിൻ്റെ ഉള്ളിൽ കൂടെ എന്ത് ചെയ്തു? റിക്കീൻ്റെ റൂമിലേക്ക് ആ ഒരു സൂര്യപ്രകാശം എന്ത് ചെയ്തു? എത്തി നോക്കി, സൂര്യരശ്മികൾ എത്തി നോക്കി എന്നാണ് പറയുന്നത്. ഹി വാസ് സ്റ്റിൽ ഇൻ ബെഡ്. അപ്പോൾ റിക്കി എവിടെയാണുള്ളത്? ഇപ്പോഴും ബെഡ് തന്നെയാണ് ഉള്ളത്. അതായത് പിന്നെ രാവിലെയായി, സൂര്യൻ നല്ലപോലെ ഉദിച്ച് ആ ഒരു സൂര്യരശ്മിയൊക്കെ റൂമിലെത്തിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും എന്താണ്? റിക്കി കിടന്നുറങ്ങുകയാണ്, അവൻ ബെഡിലാണുള്ളത്. ഹി വാസ് എ യങ് ബോയ് ഓഫ് 11. അപ്പോൾ അവനൊരു ചെറിയ കുട്ടിയാണ്, യങ് ബോയ് ആണ്. അവന് 11 വയസ്സാണ് ഉള്ളത്. Ricky lived in a lovely futuristic house which had everything you can ever want. അപ്പോൾ റിക്കി എവിടെയാണ് ജീവിച്ചിരുന്നത്? റിക്കി ജീവിച്ചിരുന്നത് ഒരു ലവ്ലി ആയിട്ടുള്ള, അതായത് വളരെ മനോഹരമായിട്ടുള്ള ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഒരു വീട്ടിലായിരുന്നു. ഫ്യൂച്ചറിസ്റ്റിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യന്താധുനികമായിട്ടുള്ള, അതായത് ടെക്നോളജീസൊക്കെ നല്ല രീതിയിൽ ഉപയോഗിക്കുന്ന, ടെക്നോളജി അതായത് പിന്നെ നമ്മളുടെ ബേസിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും ടെക്നോളജി യൂസ് ചെയ്തുകൊണ്ട് ജീവിക്കുന്ന ഒരു വീട്ടിലാണ് അവൻ ജീവിച്ചിരുന്നത്. അവൻ്റെ പാരൻസും ടെക്നോളജിയിൽ വിശ്വസിച്ചിരുന്നവരായിരുന്നു. വിച്ച് ഹാഡ് എവറിത്തിങ് യു ക്യാൻ എവർ വാണ്ട്. അപ്പം പിന്നെ ടെക്നോളജി എന്ന് പറയുമ്പം ഇപ്പം നമുക്കൊരു ചെറിയൊരു കാര്യം അറിയണം, എന്തെങ്കിലും ഒരു കാര്യം. അപ്പം പണ്ടുള്ള കാലത്താണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ബുക്സൊക്കെ റെഫർ ചെയ്യണം, ലൈബ്രറിയിൽ പോകണം, ബുക്ക് റെഫർ ചെയ്ത് അതെന്താ എങ്ങനെയാണ് എവിടെയാണെന്നൊക്കെ പേജൊക്കെ
കണ്ടുപിടിച്ച് വായിച്ചറിയണം. പക്ഷേ ഇപ്പോഴത്തെ കാലത്ത് എന്താണ്, നമുക്ക് ഗൂഗിൾ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അറിയാനുള്ളതൊക്കെ അപ്പം നമ്മളുടെ ഒരു ഫിംഗർ ടിപ്പിൽ കിട്ടും അല്ലേ. അപ്പോൾ എന്താണ് പറയുന്നത്, വിച്ച് ഹാഡ് എവറിത്തിങ് യു ക്യാൻ എവർ വാണ്ട്. അപ്പോൾ ഈ ഒരു ടെക്നോളജി എന്താണ്, നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അതൊക്കെ നൽകും എന്നാണ് പറയുന്നത്. ബട്ട് ഹി വാസ് സ്ലോവൻലി ഇൻ ഹിസ് ഹാബിറ്റ്സ്. സ്ലോവൻലി എന്നുള്ളത് അത്ര ഫെമിലിയർ ആയിട്ടുള്ളൊരു വേർഡായിരിക്കില്ല നിങ്ങൾക്ക്. അപ്പോൾ സ്ലോവൻലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡേർട്ടി, അതായത് വൃത്തിയില്ലാത്ത എന്നൊക്കെയുള്ള ഒരു മീനിങ് ആണ് വരുന്നത്. സോ ഹി വാസ് സ്ലോവൻലി ഇൻ ഹിസ് ഹാബിറ്റ്സ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഹാബിറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ശീലങ്ങൾ അല്ലേ. അപ്പോൾ അവൻ്റെ ശീലങ്ങളിൽ അവൻ അത്ര ഒരു വൃത്തിയൊന്നും, അതായത് ഒരു അടുക്കും ചിട്ടിയൊന്നും കീപ്പ് ചെയ്യാത്ത ഒരു കുട്ടിയായിരുന്നു അതാണ് പറയുന്നത്. ഹി ജസ്റ്റ് ത്രൂ ഹിസ് ബിലോങ്ങിങ്സ് ഓൾ ഓവർ ദ പ്ലേസ്. ബിലോങ്ങിങ്സ് എന്ന് പറഞ്ഞാൽ അവൻ്റെ സാധനങ്ങൾ, അവൻ്റെ വസ്തുക്കളെല്ലാം അവൻ എന്ത് ചെയ്യായിരുന്നു, ത്രൂ അങ്ങനെ എറിയായിരുന്നു. എവിടെ, ഓൾ ഓവർ ദ പ്ലേസ്. അല്ല, അവൻ്റെ ആ ഒരു പിക്ചർ കണ്ടാൽ നമുക്കറിയാം അവൻ്റെ റൂമിൽ മുഴുവൻ എന്താണ് ഓരോ സാധനങ്ങൾ ഇങ്ങനെ വലിച്ചെറിഞ്ഞ് ഇട്ടിട്ടുണ്ടല്ലേ. അങ്ങനെ എന്താണ് ഒരു മെസ്സി ആയിട്ട് കിടക്കുന്നുണ്ട്. സോ ഒരു വൃത്തിയില്ലാത്ത രീതിയിൽ ഒന്നും അടുക്കി പെറുക്കി വെക്കാത്ത രീതിയിലാണ് കിടക്കുന്നത്. അതാണ് ഇവിടെ പറയുന്നത്. അവൻ എന്ത് ചെയ്യാണ്, അവൻ്റെ ബിലോങ്ങിങ്സ്, അവൻ്റെ വസ്തുക്കളെല്ലാം ഇങ്ങനെ ഓരോ സ്ഥലത്ത് ഇങ്ങനെ എറിഞ്ഞിട്ടിട്ടുണ്ടായിരുന്നു. ഓൾ ഓവർ ദ പ്ലേസ് എന്ന് പറഞ്ഞാൽ എല്ലാ സ്ഥലത്തും, അതാണ് ഉദ്ദേശിക്കുന്നത്. ഹിസ് മദർ ഹാഡ് ടു കളക്ട് ഹിസ് ബിലോങ്ങിങ്സ് ഫ്രം ഓൾ കോർണേഴ്സ് ഓഫ് ദ ഹൗസ്. അവൻ്റെ മദർ, അവൻ്റെ അമ്മ എന്ത് ചെയ്യണം, അവൻ്റെ ബിലോങ്ങിങ്സ് എല്ലാം കളക്ട് ചെയ്യണം. അവനിങ്ങനെ വലിച്ചെറിഞ്ഞിട്ടിരിക്കുകയായിരിക്കുമല്ലോ, അപ്പോൾ അതൊക്കെ ഇങ്ങനെ കളക്ട് ചെയ്യണം, എടുക്കണം. ഫ്രം ഓൾ കോർണേഴ്സ് ഓഫ് ദ ഹൗസ്. വീടിൻ്റെ ഓരോ മുക്കിലും മൂലയിൽ നിന്നും ഇവൻ വലിച്ചെറിഞ്ഞ് ഇട്ടിട്ടുള്ള ആ ഒരു ബിലോങ്ങിങ്സ് എല്ലാം, ആ വസ്തുക്കളെല്ലാം ഈ അമ്മ എന്ത് ചെയ്യും, ഇവൻ്റെ അമ്മ കളക്ട് ചെയ്യണം. ഹിസ് മദർ ഹു വാസ് ദ മാനേജർ ഓഫ് എ ബാങ്ക്. അപ്പം ഇവൻ്റെ അമ്മ ഒരു ബാങ്ക് മാനേജറാണ്. ലെഫ്റ്റ് ഇൻ ദ മോർണിംഗ് ഫോർ വർക്ക്. രാവിലെ അവരെന്ത് ചെയ്യും, ജോലിക്ക് പോകും. ഷീ ഓൾവേസ് ഹാഡ് വർക്ക് ഫോർ റിക്കി. അപ്പോൾ ഇവർ റിക്കിനോട് കുറേ കാര്യങ്ങൾ, കുറേ വർക്ക് ചെയ്യണമെന്ന് പറഞ്ഞു കൊടുത്തിട്ടാണ് പോകുന്നത്. ഇനി പറയാൻ പോകുന്നത് അമ്മ റിക്കിനോട് പറയുന്ന കാര്യമാണ് കേട്ടോ. റിക്കി, കീപ് യുവർ സ്കൂൾ ബാഗ് ഇൻ ദ സ്റ്റഡി റൂം. അപ്പോൾ റിക്കീനെ വിളിച്ചിട്ട്, റിക്കി എന്ന് വിളിച്ചിട്ട് പറയാണ്, കീപ് യുവർ സ്കൂൾ ബാഗ് ഇൻ ദ സ്റ്റഡി റൂം. നിൻ്റെ ബാഗ് എന്ത് ചെയ്യണം, സ്റ്റഡി റൂമിൽ വെക്കണം, അവിടെയാണ് വെക്കേണ്ടത് എന്ന് അവനോട് പറയുകയാണ്. പിന്നെ എന്താണ് പറയുന്നത്, റിക്കി പുട്ട് യുവർ ക്ലോത്ത്സ് ഇൻ ദ വാഷിംഗ് മെഷീൻ. അപ്പോൾ നിൻ്റെ ക്ലോത്ത്സ്, നിൻ്റെ തുണികളെല്ലാം എവിടെ ഇടണം, വാഷിംഗ് മെഷീനിൽ ഇടണം എന്ന് പറയാണ്. റിക്കി വാഷ് യുവർ ടിഫിൻ ബോക്സ്. നിൻ്റെ ടിഫിൻ ബോക്സ് എന്ത് ചെയ്യണം, വൃത്തിയായിട്ട് കഴുകി വെക്കണം എന്ന് പറയാണ്. നെക്സ്റ്റ് പറയുന്നത് എന്താണ്, റിക്കി അയൺ യുവർ ടീഷർട്ട് ആൻഡ് ട്രൗസേഴ്സ്. നിൻ്റെ പിന്നെ എന്താണ് ടീഷർട്ട്സും അതുപോലെ തന്നെ ട്രൗസേഴ്സും എന്ത് ചെയ്ത് വെക്കണം, അയൺ ചെയ്ത് വെക്കണം, അതായത് ഇസ്തിരി ഇട്ട് വെക്കണം എന്ന് പറയാണ്. ആൻഡ് സോ ഓൺ. അങ്ങനെ കുറേ കാര്യങ്ങൾ പിന്നെ റിക്കീൻ്റെ അമ്മ ഇവനോട് പറഞ്ഞിട്ട് ആണ് പോകുന്നത്. ബട്ട് ഹി വാസ് ഓൾവേസ് പ്ലേയിങ്. പക്ഷേ ഇവൻ എന്താ ചെയ്യുന്നത്, ഇവൻ എപ്പോഴും കളിച്ചുകൊണ്ടിരിക്കും. റിക്കി ഡിഡിൻ ഹെൽപ്പ് മച്ച് അറൗണ്ട് ദ ഹൗസ്. അപ്പോൾ റിക്കി എന്താണ്, വീട്ടിൽ ഒരുപാട് ജോലികളുണ്ടാവല്ലോ, അങ്ങനെയുള്ള ജോലികളിലൊന്നും ഇവൻ എന്ത് ചെയ്തില്ല, ഹെൽപ്പ് ചെയ്യാറില്ലായിരുന്നു. ബട്ട് ഹി വാസ് ആസ് എക്സൈറ്റഡ് ആസ് ഹിസ് പാരൻസ് വെൻ ദേ ബോട്ട് ദ ലേറ്റസ്റ്റ് മോഡൽ ഓഫ് എ ബട്ട്ലർ റോബോട്ട്. അപ്പോൾ പിന്നെ ബട്ട് ഹി വാസ് ആസ് എക്സൈറ്റഡ് ആസ് ഹിസ് പാരൻസ്. ഇവൻ്റെ പിന്നെ പാരൻസിനെ പോലെ തന്നെ റിക്കിയും വളരെ എക്സൈറ്റഡ് ആയിരുന്നു, വളരെ ത്രിൽഡ് ആയിരുന്നു. വെൻ ദേ ബോട്ട് ദ ലേറ്റസ്റ്റ് മോഡൽ ഓഫ് എ ബട്ട്ലർ റോബോട്ട്. അവർ ഒരു ബട്ട്ലർ റോബോട്ടിനെ വാങ്ങിച്ച സമയത്ത് ഇവൻ്റെ പാരൻസിനെ പോലെ തന്നെ ഇവനും വളരെ എന്താണ് എക്സൈറ്റഡ് ആയിരുന്നു എന്നാണ് പറയുന്നത്. ബട്ട്ലർ റോബോട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീട്ടിലെ ജോലികൾ ചെയ്യുന്ന റോബോട്ട് എന്നുള്ളതാണ് കേട്ടോ. As soon as it arrived, off it went കുക്കിംഗ്, ക്ലീനിങ് ആൻഡ് അയണിങ്. അപ്പോൾ ആസ് സൂൺ ആസ് ഇറ്റ് അറൈവ്ഡ്, ഇത് വന്ന ഉടനെ തന്നെ എന്ത് ചെയ്യാൻ തുടങ്ങി, കുക്കിങ്ങും ക്ലീനിങ് വൃത്തിയാക്കലും അയണിങ്ങും ഒക്കെ ഈ ഒരു റോബോട്ട് എന്ത് ചെയ്യാണ് ചെയ്തു. ബട്ട് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വർക്ക് ഇറ്റ് ഡിഡ് വാസ് പിക്കിംഗ് അപ്പ് റിക്കീസ് ക്ലോത്ത്സ് ഫ്രം ദ ഫ്ലോർ. പക്ഷേ ഏറ്റവും പ്രധാനമായിട്ടുള്ള പിന്നെ ഈ ഒരു ബട്ട്ലർ റോബോട്ടിൻ്റെ ജോലി എന്ന് പറയുന്നത് എന്തായിരുന്നു, പിക്കിംഗ് അപ്പ് റിക്കീസ് ക്ലോത്ത്സ് ഫ്രം ദ ഫ്ലോർ. റിക്കിയുടെ ക്ലോത്ത്സ് ഫ്ലോറിൽ നിന്ന്, നിലത്തുനിന്ന് ഇങ്ങനെ കളക്ട് ചെയ്യുക, പെറുക്കി എടുക്കുന്നതായിരുന്നു മെയിൻ ആയിട്ടുള്ള ജോലി എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ്, നമ്മളുടെ റിക്കി വളരെ മെസ്സിയാണ്, അവനവൻ്റെ ബിലോങ്ങിങ്സ് ഒക്കെ ഇങ്ങനെ എറിഞ്ഞിടും എല്ലായിടത്തും. അപ്പം എന്താണ്, റോബോട്ടിൻ്റെ മെയിൻ ജോലി ഇതായിരുന്നു, ബട്ട്ലർ റോബോട്ടിൻ്റെ എന്ന് പറയണം.
On the first day, when he went to sleep, his bedroom was in a disastrous state as usual. അപ്പം ഓൺ ദ ഫസ്റ്റ് ഡേ എന്ന് ഉദ്ദേശിച്ചിട്ടുള്ളത് നമ്മളുടെ ഈ ഒരു ബട്ട്ലർ റോബോട്ട് വന്നിട്ടുള്ള ആ ഒരു ഫസ്റ്റ് ഡേയിൽ പിന്നെ നമ്മളുടെ റിക്കി വെൻ ടു സ്ലീപ്പ് ഉറങ്ങാൻ പോകുന്ന സമയത്ത് ഹിസ് ബെഡ്റൂം വാസ് എ ഡിസാസ്ട്രസ് സ്റ്റേറ്റ് ആസ് യൂഷ്വൽ. അവൻ്റെ ബെഡ്റൂം എന്താണ് ഡിസാസ്ട്രസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദുരന്തം, അതായത് ഇവിടെ ഉദ്ദേശിക്കുന്നത് വളരെ അൺടൈഡി ആയിട്ട് മെസ്സി ആയിട്ട് കിടക്കുന്ന ഒരു പിന്നെ ബെഡ്റൂമാണല്ലോ ഇവൻ്റെത്. ആസ് യൂഷ്വൽ എന്ന് പറഞ്ഞാൽ എപ്പോഴും ഇവൻ്റെ ബെഡ്റൂം എന്താണ് ഒരു അലങ്കോലമായിട്ടാണ് കിടക്കുന്നത്. അപ്പം ഈ പിന്നെ നമ്മളുടെ ബട്ട്ലർ റോബോട്ട് വന്ന ആ ഒരു ദിവസം ആ ഫസ്റ്റ് ഡേയിലും ഇവൻ ഉറങ്ങാൻ പോകുന്ന സമയത്ത് ഇവൻ്റെ ബെഡ്റൂം എങ്ങനെയാണ് മെസ്സി ആയിട്ടാണ് കിടക്കുന്നത്. ബട്ട് വെൻ ഹി വോക്ക് അപ്പ് ഇൻ ദ നെക്സ്റ്റ് മോർണിംഗ്, പക്ഷേ ഇവൻ പിന്നെ അടുത്ത ദിവസം രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് എവറിത്തിങ് വാസ് പെർഫെക്റ്റ്ലി ക്ലീൻ ആൻഡ് ടൈഡി. എല്ലാം എന്താണ് ക്ലീനുമാണ്, അതുപോലെ ടൈഡി, അതായത് അടുക്കും ചിട്ടയോടും കൂടി എല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. വണ്ടർഫുൾ, ഹൗ നീറ്റ് ആൻഡ് ടൈഡി മൈ റൂം ലുക്സ്, ഹി എക്സ്ക്ലെയിംഡ്. അപ്പോൾ പിന്നെ റിക്കി എന്താണ് എഴുന്നേറ്റ് ഈ ഇവൻ്റെ ക്ലീനായി കിടക്കുന്ന ഈ റൂം കണ്ടിട്ട് പറയാണ് വണ്ടർഫുൾ. അവൻ എന്താണ് അതിശയിച്ചു പോയി, എത്ര ബ്യൂട്ടിഫുൾ ആണ് എൻ്റെ റൂം എന്ന് ആലോചിച്ചിട്ട് അവനിങ്ങനെ അതിശയിച്ചു പോയി. ഹൗ നീറ്റ് ആൻഡ് ടൈഡി മൈ റൂം ലുക്സ്, എത്രമാത്രം നീറ്റും ടൈഡിയുമാണ് എൻ്റെ റൂം കാണാൻ, എത്ര അടുക്കും ചിട്ടയോടും കൂടിയാണ് എൻ്റെ റൂം കാണാനുള്ളത് എന്നാണ് പറയുന്നത്. ഹി എക്സ്ക്ലെയിംഡ്, അവൻ ആശ്ചര്യപ്പെട്ടു. ഇൻഫാക്ട് ഇറ്റ് വാസ് ആക്ച്വലി ടു ക്ലീൻ, സത്യത്തിൽ ഇതെന്താണ് ആക്ച്വലി ടു ക്ലീൻ, ആവശ്യത്തിലധികം ക്ലീൻ ആയി പോയി എന്ന് പറയാണ്. എന്തുകൊണ്ടാണ്? റിക്കി കുഡിൻറ്റ് ഫൈൻഡ് ഹിസ് ഫേവറേറ്റ് ടീഷർട്ട്. അപ്പോൾ റിക്കിക്ക് അവൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ടീഷർട്ട് അത് അവൻ്റെ റൂമിലൊന്നും കണ്ടെത്താനായില്ല. നോർ ഹിസ് ഫേവറേറ്റ് ഫുട്ബോൾ, അവൻ്റെ പ്രിയപ്പെട്ട ഫുട്ബോളും അവനെന്ത് ചെയ്യാൻ പറ്റിയില്ല, റൂമിൽ കാണാൻ കഴിഞ്ഞില്ല. മാ വേർ ഈസ് മൈ ടീഷർട്ട്, അപ്പോൾ അമ്മേനെ വിളിച്ചിട്ട് ചോദിക്കുകയാണ്, അമ്മ എൻ്റെ ടീഷർട്ട് എവിടെ? വേർ ഈസ് മൈ ബോൾ, എൻ്റെ ബോൾ എവിടെ? ഹി പെസ്റ്റേർഡ് ഹിസ് മദർ. പെസ്റ്റേർഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശല്യപ്പെടുത്തുക എന്നുള്ളതാണ്. അമ്മേ അതെവിടെ ഇതെവിടെ അങ്ങനെ ചോദിച്ചുകൊണ്ട് അമ്മേനെ ശല്യപ്പെടുത്തുകയാണ് റിക്കി ചെയ്യുന്നത്, അതാണ് പറയുന്നത് കേട്ടോ. ഹി കുഡ് നോട്ട് ഫൈൻഡ് ഹിസ് തിങ്സ് ഈവൻ ആഫ്റ്റർ ഹി ഹാഡ് സെർച്ച്ഡ് അപ്പ് ആൻഡ് ഡൗൺ. അപ്പോൾ പിന്നെ റിക്കിക്ക് അവൻ്റെ സാധനങ്ങളൊന്നും കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. ഈവൻ ആഫ്റ്റർ ഹി ഹാഡ് സെർച്ച്ഡ് അപ്പ് ആൻഡ് ഡൗൺ, അവന് എല്ലായിടത്തും നോക്കി, മുകളിലും താഴെയൊക്കെ നോക്കി, പക്ഷേ എവിടെയും അവൻ്റെ സാധനങ്ങളൊന്നും അവന് കണ്ടെത്താനായില്ല. ഹി ആസ്ക്ഡ് ഹിംസെൽഫ്, അവനോട് തന്നെ ചോദിക്കുകയാണ്, വേർ കുഡ് ദേ ഹാവ് ഗോൺ, അവൻ്റെ ആ വസ്തുക്കളൊക്കെ എങ്ങോട്ടാണ് പോയത്. ഹൗവർ മച്ച് ഹി സെർച്ച്ഡ് ഡ്യൂറിങ് ദ ഡേ ദോസ് ടു ഐറ്റംസ് ഡിഡ് നോട്ട് അപ്പിയർ. എന്തൊക്കെയായാലും അവൻ ആ ഒരു ദിവസം മുഴുവൻ സെർച്ച് ചെയ്തെങ്കിലും ആ ഒരു 2 ഐറ്റംസ് ഏതൊക്കെയാണ്, ഫുട്ബോളും അവൻ്റെ ടീഷർട്ടും ഫേവറേറ്റ് ആയിട്ടുള്ള, അതെന്ത് ചെയ്തില്ല, റീഅപ്പിയർ ചെയ്തില്ല, തിരിച്ചു വന്നില്ല. ആൻഡ് ദ സെയിം വാസ് ടു ഹാപ്പൻ വിത്ത് അതർ തിങ്സ് ടു, ഇതേ കാര്യം തന്നെ അവൻ്റെ മറ്റ് സാധനങ്ങൾക്കും സംഭവിച്ചു. ഇപ്പം ടീഷർട്ടും ഫുട്ബോളും ആണ് കാണാതായിട്ടുള്ളത്, അതേപോലെ അവൻ്റെ വേറെ കുറേ സാധനങ്ങളും ഐറ്റംസും കാണുന്നില്ല എന്നാണ് പറയുന്നത്. റിക്കി കാസ്റ്റ് എ സസ്പീഷ്യസ് ഐ ഓൺ ദ ഗ്ലീമിംഗ് ബട്ട്ലർ റോബോട്ട്. അപ്പോൾ കാസ്റ്റ് എന്ന് പറഞ്ഞാൽ എറിഞ്ഞു, സസ്പീഷ്യസ് ഐ, സസ്പീഷ്യസ് എന്ന് പറഞ്ഞാൽ സംശയത്തോടു കൂടിയുള്ള, ഐ എന്ന് പറഞ്ഞാൽ ഇവിടെ സംശയത്തോടു കൂടി നോക്കി എന്നാണ്. അപ്പോൾ എറിഞ്ഞു എന്ന് ഉദ്ദേശിക്കുന്നത് ഇവിടെ കാസ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ബോൾ എറിഞ്ഞു എന്നല്ല, അവൻ്റെ ആ ഒരു നോട്ടത്തെയാണ്, സംശയത്തോടു കൂടിയുള്ള ആ ഒരു നോട്ടം എറിഞ്ഞു, അവനങ്ങനെ സംശയത്തോടു കൂടി ആ ഒരു റോബോട്ടിനെ നോക്കി എന്നുള്ളതാണ്. ഓൺ ദ ഗ്ലീമിംഗ് ബട്ട്ലർ റോബോട്ട് എന്നാണ് പറഞ്ഞത്. ഗ്ലീമിംഗ് എന്ന് പറഞ്ഞാൽ നല്ല തിളക്കമാർന്ന നല്ല വൃത്തിയുള്ള ആ ഒരു റോബോട്ടിനെ സംശയത്തോടു കൂടി ആര് നോക്കി, റിക്കി നോക്കി. ഐ തിങ്ക് ഇറ്റ്സ് ഹിസ് ഹാൻഡി വർക്ക്. അപ്പം ഞാൻ ചിന്തിക്കുന്നത്, അതായത് റിക്കി ചിന്തിക്കുന്നു ഇത് ഇവൻ്റെ വേലയാണ്. ഹി തോട്ട്, അവൻ ചിന്തിച്ചു, ആര്, റിക്കി. He hatched a plan to spy on the robot and began following it around the house. Hatched എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആസൂത്രണം ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ ഒരു പ്ലാൻ ഉണ്ടാക്കി, ടു സ്പൈ ഓൺ ദ റോബോട്ട്, റോബോട്ട് അറിയാതെ റോബോട്ടിനെ ഇങ്ങനെ ഒളിഞ്ഞു നിന്ന് നിരീക്ഷിക്കുക, അതാണ് സ്പൈ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പിന്നെ റിക്കി എന്ത് ചെയ്യാണ്, റോബോട്ടിനെ ഇങ്ങനെ ഒളിഞ്ഞു നിന്ന് നിരീക്ഷിക്കുകയാണ്. ആൻഡ് ബിഗാൻ ഫോളോയിങ് ഇറ്റ് അറൗണ്ട് ദ ഹൗസ്. എന്നിട്ട് വീട്ടിനകത്ത് ഫുള്ള് ഈ റോബോട്ട് പോകുന്ന സ്ഥലത്തൊക്കെ റോബോട്ടിൻ്റെ പുറകെ ഇങ്ങനെ പോയി ഇവൻ നിരീക്ഷിക്കുകയാണ്.
ഫൈനലി ഹി കോട്ട് ഇറ്റ് റെഡ് ഹാൻഡഡ്. അപ്പോൾ അവസാനം കോട്ട് ഇറ്റ് റെഡ് ഹാൻഡഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൈയോടെ പിടികൂടി എന്നുള്ളതാണ്. അവസാനം കൈയോടെ പിടികൂടി. വൈൽ ഇറ്റ് വാസ് പിക്കിംഗ് അപ്പ് വൺ ഓഫ് ഹേഴ്സ് ക്ലോത്ത്സ്. അപ്പം പിന്നെ റിക്കിയുടെ ഒരു വസ്ത്രം, ഒരു ക്ലോത്ത് ഇങ്ങനെ പിന്നെ എടുക്കുന്ന സമയത്ത് ആണിങ്ങനെ കൈയോടെ പൊക്കിയത്. റിക്കി ഫോളോഡ് ദ റോബോട്ട് വിത്തൗട്ട് മേക്കിംഗ് എ സൗണ്ട്. അപ്പോൾ ശബ്ദം ഉണ്ടാക്കാതെ എന്ത് ചെയ്തു, റിക്കി ആ ഒരു റോബോട്ടിനെ ഫോളോ ചെയ്ത് അങ്ങനെ പോയി. To his surprise, he saw the robot folding his t-shirt neatly and keeping it on a pile of clothes in the storeroom. അപ്പോൾ പിന്നെ എന്താണ്, റിക്കി സർപ്രൈസ്ഡ് ആയി. ഹി സോ ദ റോബോട്ട് ഫോൾഡിങ് ഹിസ് ടീഷർട്ട്. അപ്പോൾ ഫോൾഡിങ് മീൻസ് മടക്കുക. ഇവൻ്റെ ടീഷർട്ടൊക്കെ നന്നായിട്ട് മടക്കി, നീറ്റ്ലി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നല്ലപോലെ നീറ്റായിട്ട് ഇവൻ്റെ ടീഷർട്ടൊക്കെ മടക്കി എവിടെയാണ് വെച്ചിട്ടുള്ളത്, കീപ്പിംഗ് ഇറ്റ് ഓൺ എ പൈൽ ഓഫ് ക്ലോത്ത്സ്. പൈൽ എന്ന് പറഞ്ഞാൽ കൂട്ടം എന്നാണ്. ഒരു കൂട്ടം ക്ലോത്ത്സിൻ്റെ കൂടെ ഈ ഒരു ഇവൻ്റെ ടീഷർട്ട് കൊണ്ടുവച്ചിട്ടുണ്ട്. എവിടെയാണ്, ഇൻ ദ സ്റ്റോർ റൂമിൻ്റെ അകത്ത്. ഓഫ് ഹി വെൻറ്റ് റണ്ണിങ് ടു ഹിസ് പാരൻസ്. അപ്പോൾ അവൻ്റെ പാരൻസിൻ്റെ അടുത്തേക്ക് വേഗം തന്നെ ഓടിച്ചെന്നു. ഫാദർ, ദിസ് ബട്ട്ലർ റോബോട്ട് ഇസ് ഫോൾട്ടി. അച്ഛനോട് പറയണം, അച്ഛാ ഈ ഒരു ബട്ട്ലർ റോബോട്ട് ഫോൾട്ടിയാണ്, എന്തോ പിഴവുള്ള ഒരു റോബോട്ടാണ്. ഹി ഹാസ് ഫിൽച്ച്ഡ് മൈ തിങ്സ്. അവൻ അതായത് റോബോട്ട് എൻ്റെ പിന്നെ സാധനങ്ങളൊക്കെ ഫിൽച്ച്ഡ് മീൻസ് എന്താണ്, കട്ടെടുത്തിട്ടുണ്ട്, മോഷ്ടിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഐ തിങ്ക് ദേ പ്രോഗ്രാംഡ് ഹിം ബാഡ്ലി. അപ്പോൾ പിന്നെ റിക്കി പറയാണ്, എനിക്ക് തോന്നുന്നത് ഈ ഒരു റോബോട്ടിനെ ഉണ്ടാക്കിയിട്ടുള്ള ആൾക്കാർ അതിനെ പ്രോഗ്രാം ചെയ്തിട്ടുള്ളത് ബാഡായിട്ടാണ്, അതായത് മോശമായ രീതിയിലാണെന്ന് പറയണം. ലെറ്റ് us സെൻഡ് ഹിം ഓഫ്. ഇവനെ, ഈ ഒരു റോബോട്ടിനെ നമുക്ക് തിരിച്ചയക്കാമെന്ന് പറയണം. ആബ്സല്യൂട്ട്ലി നോട്ട്. ഫാദർ ഷൂക്ക് ഹിസ് ഹെഡ്. അച്ഛൻ തല ഇങ്ങനെ പിന്നെ ഇല്ല എന്ന രീതിയിൽ ഇങ്ങനെ കുലുക്കിക്കൊണ്ട് അവനോട് പറയാണ്, ആബ്സല്യൂട്ട്ലി നോട്ട്, ഒരിക്കലും ഇല്ല, അവൻ പറയുന്ന കാര്യം ഒരിക്കലും സാധിക്കില്ല എന്ന്. ഹി വാസ് ആൻ എക്സ്പേർട്ട് ഇൻ റോബോട്ടിക്സ്. അദ്ദേഹം റോബോട്ടിക്സിൽ എക്സ്പേർട്ടായിട്ടുള്ള ഒരു ആളാണ്. അതായത് ഇങ്ങനെയുള്ള യന്ത്ര സംവിധാനങ്ങളെക്കുറിച്ചൊക്കെ നല്ല അറിവുള്ള ആളാണ്. ഹി ഹാഡ് ബീൻ ഡിലൈറ്റഡ് വിത്ത് ദ ന്യൂ ബട്ട്ലർ. റിക്കിയുടെ ഫാദർ ഈ ഒരു പിന്നെ ബട്ട്ലർ റോബോട്ടിൻ്റെ കാര്യത്തിൽ ഡിലൈറ്റഡ് ആണ്, സന്തോഷവാനാണ്. ഇറ്റ് വാസ് എ ഡ്രീം കം ട്രൂ. അതായത് ഇതൊരു സ്വപ്ന സാക്ഷാത്കാരമാണ്. ബട്ട് റിക്കി വാസ് ഒബ്സ്റ്റിനേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിടിവാശി എന്നുള്ളതാണ്. അവന് എന്ത് ചെയ്യണം, ഐ വാണ്ട് ടു ഗെറ്റ് റിഡ് ഓഫ് ഹിം. എനിക്ക് എന്താ ചെയ്യേണ്ടത്, ഗെറ്റ് റിഡ് ഓഫ് ഹിം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒഴിവാക്കുക. അപ്പം പിന്നെ റിക്കിക്ക് ഈ റോബോട്ടിനെ ഒഴിവാക്കണം. A heated argument between Ricky and his father followed. അപ്പോൾ ഇനി നമ്മൾ കാണാൻ പോകുന്നത് റിക്കിയും അവൻ്റെ ഫാദറും തമ്മിലുള്ള ഒരു ഹീറ്റഡ് ആർഗ്യുമെൻ്റ് ആണ്. ആർഗ്യുമെൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എന്താണ്, വാഗ്വാദം, ഒരു തർക്കം. അത് ഹീറ്റഡ് ആണ്, നല്ല ചൂടേറിയ ഒരു വാഗ്വാദമാണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. അപ്പോൾ ഫാദർ പറയുന്നതാണ്, റോബോട്ട് ഈസ് എ വണ്ടർഫുൾ ഡിവൈസ്. റോബോട്ട് എന്ന് പറയുന്നത് എന്താണ്, ഒരു വണ്ടർഫുൾ ആയിട്ടുള്ളൊരു ഡിവൈസാണ്, ഒരു ഗാഡ്ജറ്റാണ്. ലുക്ക് അറ്റ് ദ തിങ്സ് ഇറ്റ് ക്യാൻ ഡു. അതിന് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളൊക്കെ നീ ഒന്ന് നോക്ക്. റിക്കി പറയണേ, ഐ ഡോണ്ട് തിങ്ക് സോ. ഞാൻ അങ്ങനെ ചിന്തിക്കുന്നില്ല. ഹി ഈസ് ഡൂയിങ് മോർ ഹാം ദാൻ ഗുഡ്. അപ്പോൾ ഈ ഒരു റോബോട്ട് ചെയ്യുന്നത് മോശം കാര്യങ്ങളാണ് നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ എന്നാണ് റിക്കി പറയുന്നത്. നെക്സ്റ്റ് ഫാദർ എന്താ പറയുന്നത്, യു ആർ റോങ് റിക്കി. നീ പറയുന്നത് തെറ്റാണ്, നീ ശരിയായ കാര്യമല്ല പറയുന്നത് എന്ന് റിക്കിനോട് പറയാണ്. യു ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് ഹൗ എ റോബോട്ട് വർക്ക്സ്. നീ ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ല ഒരു റോബോട്ട് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്ന് റിക്കി പറയാണ്. ഐ കാണ്ട് എഗ്രി വിത്ത് യു. എനിക്ക് അച്ഛനോട് എഗ്രി ചെയ്യാൻ പറ്റില്ല. റോബോട്ട് വിൽ ബി എ ബിഗ് പ്രോബ്ലം ഇഫ് ഇറ്റ് ഈസ് നോട്ട് പ്രോപ്പർലി പ്രോഗ്രാംഡ്. അപ്പോൾ റിക്കി പറയാണ്, പിന്നെ എന്താണ്, ഒരു റോബോട്ട് എന്ന് പറയുന്നത് ഒരു ബിഗ് പ്രോബ്ലം ആവും എപ്പോൾ, ഇറ്റ് ഈസ് നോട്ട് പ്രോപ്പർലി പ്രോഗ്രാംഡ്. ശരിയായ രീതിയിലൊരു പിന്നെ റോബോട്ട് പ്രോഗ്രാം ചെയ്തിട്ടില്ല എങ്കിൽ അതൊരു വലിയ പ്രശ്നമായി മാറുമെന്നാണ് റിക്കി പറയുന്നത്. റിക്കി കെപ്റ്റ് ഓൺ കംപ്ലൈനിങ് ടു ഹിസ് പാരൻസ് അബൌട്ട് ദ റോബോട്ട് ഹൈഡിങ് തിങ്സ്. അപ്പോൾ റിക്കി എന്താണ്, കെപ്റ്റ് ഓൺ മീൻസ് കണ്ടിന്യൂയിങ് അല്ലെ കണ്ടിന്യൂഡ്, കംപ്ലൈനിങ് ടു ഹിസ് പാരൻസ്. റിക്കി ഇവൻ്റെ പിന്നെ ഈ റോബോട്ട് ഇവൻ്റെ തിങ്സൊക്കെ കാര്യങ്ങളൊക്കെ ഹൈഡ് ചെയ്ത് ഒളിപ്പിച്ച് വെക്കുന്ന കാര്യത്തിൽ ഇങ്ങനെ കംപ്ലൈൻറ്റ് ചെയ്തുകൊണ്ടേയിരുന്നു അവൻ്റെ പാരൻസിനോട്. ദാറ്റ് ഔട്ട്വെയ്ഡ്
വാട്ട് എവർ യൂസ്ഫുൾ തിങ്സ് ഹീ ഡു. അപ്പം ഈ ഒരു റോബോട്ട് എത്രമാത്രം നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും ദാറ്റ് ഔട്ട്വെയ്ഡ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് അവൻ ചെയ്യുന്ന ശരിയല്ലാത്ത കാര്യങ്ങൾ, റോബോട്ട് ചെയ്യുന്ന ശരിയല്ലാത്ത കാര്യങ്ങൾക്കാണ് കൂടുതൽ പിന്നെ എന്താണ് തൂക്കം വരുന്നത്. അതായത് കൂടുതൽ റോബോട്ട് നല്ല കാര്യങ്ങളല്ല ചെയ്യുന്നത് എന്നാണ് റിക്കി പറയുന്നത്. One day the robot who was wearing past heard the boys' complaints. വെയറിങ് മീൻസ് പിന്നെ ഇങ്ങനെ കറങ്ങുക, ചുറ്റിത്തിരിയുക എന്നുള്ളതാണ്. അപ്പോൾ ഒരു ദിവസം റോബോട്ട് ഇങ്ങനെ വീടിനുള്ളിൽ ഇങ്ങനെ കറങ്ങി അടിച്ചിങ്ങനെ നടക്കുന്ന സമയത്ത് ഹേർഡ് ദ ബോയ്സ് കംപ്ലെയിൻസ്. ബോയിൻ്റെ കംപ്ലെയിൻസ്, അവൻ്റെ പാരൻസിനോട് ഈ റോബോട്ടിനെ കുറിച്ച് കംപ്ലൈൻറ്റ് ഇങ്ങനെ പറയുന്നത് കേൾക്കുകയാണ്. ദ റോബോട്ട് റിട്ടേൺഡ് വിത്ത് എ പെയർ ഓഫ് റിക്കീസ് ഷൂസ് ആൻഡ് സം ഓഫ് ഹെസ് ക്ലോത്ത്സ്. അപ്പോൾ റോബോട്ട് പിന്നീട് തിരിച്ച് ഇവൻ്റെ റിക്കിയുടെ അടുത്തേക്ക് വന്നത് വിത്ത് എ പെയർ ഓഫ് റിക്കീസ് ഷൂസ്, റിക്കിയുടെ ഒരു ജോഡി ഷൂസും അതേപോലെ തന്നെ സം ഓഫ് ഹീസ് ക്ലോത്ത്സ്, ഇവൻ്റെ കുറച്ച് തുണികളും കൊണ്ടായിരുന്നു. ഹിയർ സർ ഐ ഡിഡ് നോട്ട് നോ ഇറ്റ് വാസ് ബോദറിങ് യു. അപ്പം ഇതാ സർ എന്ന് പറഞ്ഞിട്ട് പറയാണ്, എനിക്ക് അറിയില്ലായിരുന്നു പിന്നെ ഈ കാര്യങ്ങളൊക്കെ നിങ്ങളെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട് എന്ന്. സെഡ് ദ ബട്ട്ലർ ഇൻ ഹേഴ്സ് മെറ്റാലിക് വോയിസ്. അപ്പോൾ പിന്നെ ആര് പറഞ്ഞു, ഈ ഒരു ബട്ട്ലർ റോബോട്ട് പറഞ്ഞു എന്നാണ് പറയുന്നത്. മെറ്റാലിക് വോയിസിൽ പറഞ്ഞു എന്നാണ്. അപ്പോൾ മെറ്റാലിക് വോയിസ് എന്ന് പറഞ്ഞാൽ നമുക്ക് സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ, റോബോട്ടിൻ്റെ ഒക്കെ സിനിമയിൽ നമ്മളുടെ മനുഷ്യന്മാരുടെ സൗണ്ട് പോലെ, ശബ്ദം പോലെയാണോ? അല്ല അല്ലേ, വോയിസ് വ്യത്യാസമുണ്ട്. അപ്പം റോബോട്ടിൻ്റെ ആ ഒരു ശബ്ദത്തിനെയാണ് ഇവിടെ മെറ്റാലിക് വോയിസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഹൗ കുഡ് ഇറ്റ് നോട്ട് യു തീഫ്. അപ്പം എന്തുകൊണ്ട് നിനക്കത് മനസ്സിലായില്ല, എന്തുകൊണ്ടില്ല എന്ന് ആര് ചോദിക്കുകയാണ്, നമ്മളുടെ റിക്കി ചോദിക്കുകയാണ്. യു തീഫ്, കള്ള എന്ന് പറയാണ്. യു ഹാവ് ബീൻ നിക്കിങ് മൈ സ്റ്റഫ് ഫോർ വീക്സ്. നീ എന്താണ് നിക്കിങ് എന്ന് പറഞ്ഞാൽ മോഷ്ടിക്കുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ നീ ആഴ്ചകളായിട്ട് എൻ്റെ തിങ്സ് എല്ലാം, എൻ്റെ സാധനങ്ങളെല്ലാം മോഷ്ടിക്കുകയായിരുന്നില്ലേ എന്ന് ചോദിക്കുകയാണ്. ഐ ഹാഡ് സീൻ യുവർ തിങ്സ് ലേയിങ് സ്കാറ്റേർഡ് ഓൺ ദ ഫ്ലോർ. അപ്പം റോബോട്ട് പറയാണ്, ഞാൻ നിങ്ങളുടെ സാധനങ്ങളൊക്കെ, തിങ്സൊക്കെ ലേയിങ് സ്കാറ്റേർഡ് മീൻസ് ഇങ്ങനെ ചിതറിക്കിടക്കുക, ഇങ്ങനെ പിന്നെ പരന്ന് കിടക്കുക. ഓൺ ദ ഫ്ലോറിൽ ഇങ്ങനെ ആവശ്യമില്ലാത്ത വസ്തുക്കൾ പോലെ ഇങ്ങനെ വാരി വലിച്ചിട്ടിട്ടുള്ള പോലെയാണ് ഞാൻ നിങ്ങളുടെ സാധനങ്ങൾ കണ്ടിട്ടുള്ളത്. ഐ തോട്ട് ദാറ്റ് യു ഡിഡ് നോട്ട് നീഡ് ദം. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്താണ്, ഈ പിന്നെ വസ്തുക്കളൊന്നും നിങ്ങൾക്ക് ആവശ്യമില്ലാത്തതാണ് എന്ന് പിന്നെ ആര് പറയാണ്, ബട്ട്ലർ റോബോട്ട് പറയാണ്. ഐ എം പ്രോഗ്രാം ടു കളക്ട് ഓൾ ദാറ്റ് ഈസ് നോട്ട് വാണ്ടഡ്. അതായത് ഈ ഒരു പിന്നെ ബട്ട്ലർ റോബോട്ടിനെ പ്രോഗ്രാം ചെയ്ത് വെച്ചിരിക്കുന്നത് പിന്നെ ആവശ്യമില്ലാത്ത വസ്തുക്കളൊക്കെ എന്ത് ചെയ്യുക, അങ്ങനെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ചിതറി കിടക്കുന്ന സാധനങ്ങളൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ കളക്ട് ചെയ്യാനാണ് അവനെ അതായത് ഈ ഒരു ബട്ട്ലർ റോബോട്ടിനെ പ്രോഗ്രാം ചെയ്ത് വെച്ചിട്ടുള്ളത്. അറ്റ് നൈറ്റ് ഐ സെൻഡ് ദം ടു പ്ലേസസ് വേർ അതർ ഹ്യൂമൻസ് ക്യാൻ യൂസ് ദം. നൈറ്റ്, രാത്രികളിൽ എന്ത് ചെയ്യും, ഐ സെൻഡ് ദം ടു പ്ലേസസ് വേർ അതർ ഹ്യൂമൻസ് ക്യാൻ യൂസ് ദം. അതായത് ഈ വസ്തുക്കളൊക്കെ യൂസ് ചെയ്യാൻ പിന്നെ താല്പര്യമുള്ള വേറെ മനുഷ്യരുണ്ടാവുമല്ലോ, അങ്ങനെയുള്ള ആൾക്കാർക്ക് ഇതെല്ലാം അയച്ചു കൊടുക്കും എന്നാണ് പറയുന്നത്. ഐ ആം എ മാക്സിമം എഫിഷ്യൻസി മെഷീൻ. അതായത് ഞാനൊരു മാക്സിമം എഫിഷ്യൻസി മെഷീനാണ്, അതുകൊണ്ട് തന്നെ ഒരു കാര്യവും ഞാൻ വേസ്റ്റ് ചെയ്യില്ല, മാക്സിമം യൂട്ടിലൈസ് ചെയ്യണം. എന്ത് കാര്യമാണെങ്കിലും ഒരു സാധനം നമ്മൾ വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് മാക്സിമം യൂസ് ചെയ്യണം, യൂട്ടിലൈസ് ചെയ്യണം എന്നാണ് പറയുന്നത്. വേർ യു അൺഅവെയർ ഓഫ് ഇറ്റ്. നിങ്ങൾക്കിത് അറിയാൻ പാടില്ലായിരുന്നോ എന്ന് ചോദിക്കുകയാണ്. ദ റോബോട്ട് സെഡ് വിത്ത് എ സെർട്ടൈൻ പ്രൈഡ്. അതായത് പ്രൈഡ് എന്ന് പറഞ്ഞാൽ അഭിമാനം, കുറച്ചൊരു അഭിമാനത്തോടു കൂടി ഈ ഒരു റോബോട്ട് ചോദിക്കുകയാണ്. റിക്കി വാസ് അഷെയിംഡ് എന്ന് പറഞ്ഞാൽ റിക്കിക്ക് വളരെയധികം ഒരു നാണക്കേട് തോന്നി. ഹി ഹാഡ് സ്പെൻഡ് ഓൾ ഹിസ് ലൈഫ് ട്രീറ്റിംഗ് തിങ്സ് ആസ് ദോ ദേ വർ യൂസ്ലെസ്. അതായത് പിന്നെ ഇവൻ്റെ ലൈഫിലുള്ള എല്ലാ സാധനങ്ങളെയും ഇവൻ ട്രീറ്റ് ചെയ്തിരുന്നത് എങ്ങനെയാണ്, ദേ വർ യൂസ്ലെസ്, അതൊരു ഉപയോഗശൂന്യമായ സാധനങ്ങളായിട്ടാണ് അവൻ ട്രീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതായത് ഇവന് ആവശ്യമുള്ള വസ്തുക്കൾ പോലും എന്താണ് ഇവൻ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വലിച്ചു വാരി ഇട്ടിട്ട് ആണ് പിന്നെ കണ്ടിട്ടുണ്ടായിരുന്നത് അല്ലേ. അപ്പം നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ എങ്ങനെയാണ് അടുക്കി പെറുക്കി നല്ല വൃത്തിയിൽ എടുത്തു വെക്കും. പക്ഷെ റിക്കി അങ്ങനെയല്ലായിരുന്നു.
യൂസ്ഫുൾ ആയിട്ടുള്ള വാല്യൂഡ് ആയിട്ടുള്ള സാധനങ്ങൾ പോലും റിക്കി എങ്ങനെയാണ് ട്രീറ്റ് ചെയ്തിരുന്നത്, യൂസ്ലെസ് ആയിട്ടുള്ള ഐറ്റംസ് പോലെയാണ് ട്രീറ്റ് ചെയ്തിരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സാധനങ്ങൾ കണ്ടിട്ട് യൂസ്ലെസ് ആണ്, റിക്കിക്ക് അത് ആവശ്യമില്ല എന്ന് പിന്നെ റോബോട്ട് മനസ്സിലാക്കി റോബോട്ട് അത് ആവശ്യക്കാരിലേക്ക് എത്തിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അല്ലേ. അപ്പോൾ അങ്ങനെ ആ ഒരു റോബോട്ട് പറയുന്ന സമയത്ത് എന്താണ്, റിക്കിക്ക് വളരെയധികം അവനെ തന്നെ ഓർത്തിട്ട് നാണക്കേട് തോന്നുകയാണ്. ഹീ കെയർഡ് ഫോർ നത്തിങ് യെറ്റ്. ഇതുവരെ അവൻ ഒരു കാര്യത്തിലും യാതൊരു കെയറും, ഒരു സാധനത്തിനും യാതൊരു കെയറും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ദർ വർ മെനി പീപ്പിൾ ഇൻ ദ വേൾഡ് ഹു വുഡ് ഹാവ് ബീൻ ഡിലൈറ്റഡ് ടു ഹാവ് റിക്കീസ് തിങ്സ്. ഈ ലോകത്തിൽ ഒരുപാട് പേരുണ്ട്, അവർക്കൊക്കെ ഈ റിക്കിയുടെ സാധനങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഡിലൈറ്റഡ് ആയിരിക്കും, സന്തോഷവാന്മാരും സന്തോഷവതികളുമായിരിക്കും എന്ന് പറയാണ്. Unlike him, they would have taken good care of them too. അത് മാത്രമല്ല അവനെപ്പോലെ അല്ലാതെ അവരെന്ത് ചെയ്യും, they would have taken good care of them too. അവർ ആ സാധനങ്ങൾക്കെല്ലാം നല്ലൊരു കെയർ കൊടുക്കുകയും ചെയ്യും. He realized that the robot was neither broken nor misprogrammed. അപ്പം റിക്കി മനസ്സിലാക്കുകയാണ് ഈ ഒരു റോബോട്ട് നെയ്തർ ബ്രോക്കൺ, അതായത് ഒരു ഉടഞ്ഞു പോയൊരു ബ്രോക്കൺ ആയിട്ടുള്ള പിന്നെ റോബോട്ടല്ല, അതുപോലെ തന്നെ മിസ്പ്രോഗ്രാംഡ്, മോശമായ രീതിയിൽ പ്രോഗ്രാം ചെയ്ത ഒരു റോബോട്ടല്ല. റാദർ ഇറ്റ് ഹാഡ് ബീൻ പ്രോഗ്രാംഡ് എക്സ്ട്രീംലി വെൽ. ഈ ഒരു പിന്നെ എന്താണ് റോബോട്ട് പ്രോഗ്രാം ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്, എക്സ്ട്രീംലി വെൽ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് ഏറ്റവും ബെസ്റ്റായിട്ടാണ് ഈ ഒരു റോബോട്ട് പ്രോഗ്രാം ചെയ്തിട്ടുള്ളത് എന്നാണ് പിന്നെ റിക്കി പറയുന്നത്. അങ്ങനെ റിക്കി മനസ്സിലാക്കുകയാണ് കേട്ടോ. സിൻസ് ദെൻ റിക്കി ഡിസൈഡഡ് ടു ബിക്കം എ മാക്സിമം എഫിഷ്യൻസി ബോയ്. സിൻസ് ദെൻ അന്ന് തൊട്ട് റിക്കി ഡിസൈഡഡ് ടു ബിക്കം, റിക്കി പിന്നെ എന്താണ് മാക്സിമം എഫിഷ്യൻസി ബോയ് ആയിത്തീരാൻ വേണ്ടിയിട്ട് പിന്നെ തീരുമാനിച്ചു. അതായത് എന്താണ് ഈ റോബോട്ട് എന്താണ് മാക്സിമം എഫിഷ്യൻസി റോബോട്ടാണ് അല്ലേ. അപ്പോൾ റിക്കി ഒരു മാക്സിമം എഫിഷ്യൻസി ബോയ് ആവാൻ തീരുമാനിച്ചു. ഹീ പുട്ട് റിയൽ കെയർ ഇൻ ടു ഹൗ ഹീ ട്രീറ്റഡ് ഹിസ് തിങ്സ്. അവൻ്റെ പിന്നെ തിങ്സൊക്കെ ട്രീറ്റ് ചെയ്യുന്നതിൽ ഒരു നല്ല കെയർ കൊടുത്തു. ഹീ കെപ്റ്റ് ദം ടൈഡി മീൻസ് നല്ല അടുക്കും ചിട്ടയോടും കൂടി എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ച് വെക്കാൻ തുടങ്ങി. ആൻഡ് മെയ്ഡ് ഷുവർ ഹി ഡിഡ്ൻറ്റ് ഹാവ് മോർ ദാൻ വാട്ട് വാസ് നെസസറി. അതുമാത്രമല്ല അവൻ ഉറപ്പ് വരുത്തി പിന്നെ എന്താണ് മോർ ദാൻ വാട്ട് വാസ് നെസറി, അവന് നെസസറി ആയിട്ടുള്ള അവന് അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങളല്ലാതെ അതിൽ കൂടുതലൊന്നും അവൻ്റെ കയ്യിലില്ല എന്നുള്ളത് ഉറപ്പ് വരുത്തി. അതായത് ഒരാവശ്യമില്ലാത്ത കാര്യങ്ങൾ അവൻ വാങ്ങിക്കൂട്ടുകയോ അല്ലെങ്കിൽ എന്താണ് ഇപ്പം അവൻ്റെ കയ്യിൽ 2 ബോൾ ഉണ്ടെന്ന് വിചാരിക്കുക, അത് ഒരു ഇല്ലാത്ത കുട്ടിക്ക് കൊടുക്കുക, അല്ലെങ്കിൽ അവൻ്റെ ക്ലോത്ത്സോ എന്തെങ്കിലും ഒക്കെ ഇല്ലാത്തവർക്ക് കൊടുക്കുകയും അവനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം അവൻ പിന്നെ എടുത്തു വെക്കുകയും ചെയ്യുന്ന ആ ഒരു രീതിയിലേക്ക് അവൻ മാറി. ആൻഡ് ഹീ ടുക്ക് എ ലീവ് ഔട്ട് ഓഫ് ദ റോബോട്ട്സ് ബുക്ക്. അതായത് ഇതൊരു പിന്നെ ഇഡിയമാണ്, ഇവിടെ പാസ്റ്റ് ടെൻസിലാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ റോബോട്ടിൻ്റെ ബുക്കിൽ നിന്നൊരു ലീഫ് പറിച്ചു എന്ന് അല്ല മീനിങ് വരുന്നത്. അതായത് റോബോട്ടിൽ നിന്ന് പിന്നെ നല്ല കാര്യങ്ങൾ കോപ്പി ചെയ്തു. അതായത് ആ റോബോട്ടിൻ്റെ പിന്നെ മാക്സിമം എഫിഷ്യൻസി ബോയ് ആയി മാറാനുള്ള ആ ഒരു ഡിസിഷൻ അവൻ എടുത്തല്ലോ, അത് റോബോട്ടിൽ നിന്ന് നല്ല കാര്യങ്ങൾ അവൻ്റെ ലൈഫിൽ പകർത്തിയതാണ്. അപ്പോൾ അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ആൻഡ് ഹീ ടുക്ക് എ ലീഫ് ഔട്ട് ഓഫ് ദ റോബോട്ട്സ് ബുക്ക്. റോബോട്ടിൻ്റെ അടുത്ത് നിന്ന് ആ ഒരു നല്ല കാര്യം അവൻ പഠിച്ചു എന്നുള്ളതാണ്. വിത്ത് ഹിസ് പോക്കറ്റ് മണി ഹീ ബിഗാൻ ടു ഹെൽപ്പ് പീപ്പിൾ ആൻഡ് ബൈ നീഡ്ഫുൾ തിങ്സ് ഫോർ ദം. അപ്പോൾ ഇവൻ്റെ പിന്നെ പോക്കറ്റ് മണിയിൽ നിന്ന് ഇവൻ എന്ത് ചെയ്യാൻ തുടങ്ങി, പീപ്പിളിനെ ഹെൽപ്പ് ചെയ്യാനും അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ അവൻ്റെ കയ്യിലുള്ള ചെറിയൊരു പോക്കറ്റ് മണിയിൽ നിന്ന് അവനെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അവർക്ക് സഹായം ചെയ്തു കൊടുക്കുകയൊക്കെ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഇത്രയാണ് നമ്മളുടെ ഈ ഒരു സ്റ്റോറി പറയുന്നത്. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. സീ യു വിത്ത് അനദർ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്.